ഹായ് ഗൈസ്, അപ്പം നമുക്ക് ചപ്പാത്തിക്കോ ഇടിയപ്പത്തിനോ കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ കുറുമ ഉണ്ടാക്കിയെടുത്താലോ. ഉരുളക്കിഴങ്ങ്, തക്കാളി, പച്ചമുളക്, ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില ഒരു പാത്രത്തിലേക്ക് നമ്മൾ അരിഞ്ഞ് സ്ലൈസ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഒരു അരമുറി തേങ്ങ എടുത്ത് വെക്കുക, ചിരകി എടുത്ത് വെച്ച ശേഷം പിന്നെ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഒരു പാനിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറുവപ്പട്ടയും ഗ്രാമ്പൂ ഇട്ട് കൊടുത്ത് ഈ വെജിറ്റബിൾ കട്ട് ചെയ്ത് വെച്ച് നമ്മൾ ഈ വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിനകത്തേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നിങ്ങൾ അടച്ചു വെച്ച് വേവിക്കുക. അപ്പോൾ ഈ സമയം കൂടെ നമുക്ക് തേങ്ങ മിക്സിയിലേക്ക് ഇട്ടിട്ട് വലിയ ജീരകം ഇട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് മാറ്റി വെക്കുക. ഈ ഒരു വഴണ്ട് വന്ന വെജിറ്റബിൾസിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് അത് കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുത്ത് കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് നമ്മൾ ഇളക്കിയിട്ടൊന്ന് അടച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചു. ഒരു 5-10 മിനിറ്റ് നമ്മൾ വേവിച്ചെടുത്ത ഈ ഒരു ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മസാലപ്പൊടികൾ ചേർക്കാം. ഗരം മസാല, ആവശ്യത്തിന് മല്ലിപ്പൊടി. ഞാൻ ഏകദേശം ഒരു 3 ടീസ്പൂണിനടുത്തോളം മല്ലിപ്പൊടി ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് വേണ്ട നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. നിങ്ങൾക്ക് അതിനുശേഷം ഞാൻ ഇതിനകത്ത് മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല. അപ്പം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇത് വീണ്ടും അടച്ചൊരു 10 മിനിറ്റ് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്ത ഈ ഒരു കറിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 10 മിനിറ്റോളം വേവിച്ച കറിയിലേക്ക് നമുക്ക് അരച്ച ആ ഒരു തേങ്ങ കൂട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത തേങ്ങ ആ ഒരു ചാറും ഈ ഒരു ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നിങ്ങളൊരു 5 മിനിറ്റും കൂടി ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ടും ഒന്നും കൂടി ഒരു കറിയുടെ എല്ലാം കൂടി ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ടും ഇടുക. നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ആ സമയം നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ ചെറിയ ഉള്ളി നന്നായിട്ട് അരിഞ്ഞിട്ട് അതിനകത്തേക്ക് മൂപ്പിച്ചെടുക്കുക. ഈ മൂപ്പിച്ചെടുത്ത ഈ ഒരു ഉള്ളിയിലേക്ക് നമുക്ക് വേണമെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ മൂത്ത് വന്ന ഈ ഒരു ചെറിയ ഉള്ളിയിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മളിത് കറിയിലേക്ക് താളിക്കുന്നുണ്ട്. കറിയിലേക്ക് താളിച്ച് അടിപൊളി ഫ്ലേവറാണ്, അടിപൊളിയാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അപ്പം ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോന്ന് പറയുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക്